പുതുക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുന്നിലെ അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണത്തിനെതിരെ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ബാബുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, കെ.ജെ. ജോജു, ജെയിംസ് പറപ്പുള്ളി, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാൻഡിന് മുൻപിലുള്ള സർവീസ് റോഡിനോട് ചേർന്ന് ബസ് ബേ നിർമ്മിക്കുക, സ്റ്റാൻഡിന് എതിർവശത്ത് യാത്രക്കാർക്ക് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുക, അപകടകരവും അശാസ്ത്രീയവുമായ ഗതാഗത പരിഷ്കരണത്തിൽ MP, MLA എന്നിവർ ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. MP, MLA ഇവിടെ പോയി ജനങ്ങൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊരുക്കുക, യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊരുക്കുക. നാഷണൽ ഹൈവേയുടെ പണി തീർന്നിട്ട് ഏകദേശം 15 വർഷത്തിലധികമായി ഈ പ്രദേശത്ത്. നമുക്കറിയാം, നിർമ്മാണ വേളയിലൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്ന് ഉണ്ടായിരുന്ന നേതൃത്വം ഈ പ്രദേശത്ത് ഏറ്റവും അപകടം കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള ഓവർബ്രിഡ്ജ് എന്ന് സജസ്റ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ ഈ ഹൈവേയുടെ പണി കഴിഞ്ഞ കാലം തൊട്ട് ഇവിടെ അപകടങ്ങളുടെ ഒരു തീരാ പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയത് ശ്രീ KT വിശ്വനാഥിന്റെ പ്രയത്നഫലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആമ്പല്ലൂരും പുതുക്കാടിയും ബന്ധപ്പെടുത്തി 2 പഞ്ചായത്തുകളുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം. അതുപോലെ നിരവധി എണ്ണി ഇവിടെ കണക്കുകളുണ്ട്. 190 വരെ എന്ന് പറഞ്ഞത്. എന്നിട്ട് പോലും സർക്കാരോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയോ ഒരാൾ പോലും ഇതിന് ഒരു മാനദണ്ഡങ്ങളും ചെയ്യാതെ